കോഴിക്കൂടൊക്കെ ചവിട്ടി പൊട്ടിക്കുക എന്നിട്ട് പറയാ മുട്ടതാടാ കോഴിയെന്ന്. അപ്പൊ നമ്മള് ടിക്ടോക്ക് എടുത്തോണ്ടിരിക്കുകയാണ് ഇവരൊക്കെ കൂടിയിട്ട്. ചെറിയതൊരു ഗ്രാമത്തിൽ കൂടി ആട്ടോ പോകുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു വയൽവരമ്പിന്റെ സൈഡിൽ കൂടി പോകുന്ന ഒരു ഫീൽ. പിന്നെ ഇത് നമ്മളെ ആലി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? നേപ്പാളിലെ ചിത്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പാർസയിലാണ് നിൽക്കുന്നത്. നമ്മളെ ദീദീന്റെ വീട്ടിലാട്ടോ നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോനെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ വീട്ടിലെ താമസമൊക്കെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. താങ്ക് യു ദീദി. नेक्स्ट ईयर फिर आएगा. आप हमको बहुत हेल्प कर दिया. സൈക്കിളിൽ വരണ്ടെന്നാ പറയുന്നത്, ട്രെയിനിലോ പ്ലെയിനിലോ വരാനാട്ടോ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബാഗും കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പം ഇവിടുന്ന് എങ്ങോട്ടേക്കാ പോകുന്നത്? കാക്കിർ വിട്ടാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എപ്പോൾ എത്തുന്ന അറിയാൻ പറ്റൂല. അപ്പം അങ്ങോട്ടേക്കുള്ള നേപ്പാളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് തുടങ്ങാം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാട്ടോ. എല്ലാ സാധനവും ഇതാ ബാഗ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. സൈക്കിളൊക്കെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നമ്മളെ ദീദിനോട് ഇവരില്ല കേട്ടോ, ഏഞ്ചൽ ഇല്ല ഇവിടെ. ആജ് ഏഞ്ചൽ സ്കൂളിൽ പോയിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയാണെന്നൊക്കെ. ഇവിടെ നിന്നാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ കടുകുപാടത്തിനൊക്കെ മിസ് ചെയ്യില്ല, കാരണം പോകുന്നതിക്കൊക്കെ കടുകുപാടുണ്ടാവും. അപ്പോൾ നമുക്ക് പോവാട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാട്ടോ. അപ്പോൾ നമ്മൾ ടിക്ടോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ കൂടിയിട്ട് അല്ലേ. നമ്മളിവിടുത്തെ ടിക്ടോക്കിൽ വൈറലാകുമോ നേപ്പാൾ ടിക്ടോക്കിൽ? എല്ലാ ആൾക്കാരും കൂടി വീഡിയോ എടുക്കാട്ടോ. ഇവിടുന്ന് ഫുള്ള് ആൾക്കാരാണ്. ഇവിടെ ഒരപ്പവും അമ്മൂമ്മയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ആരോ വന്നതാട്ടാന്ന് ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നോക്കിക്കേ. കുറേ ആൾക്കാരുണ്ടാട്ടോ. ഇവർ സ്കൂളിൽ വിട്ട് വന്നതാണ്. നമ്മൾക്ക് ഈ റോഡാട്ടോ പോകേണ്ടത്. നേരെ വന്നിട്ട് ഇടത്തോട്ടേക്കാണ് പോകേണ്ടത്. വലത്തോട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നത്. സമയം 1:40 കേട്ടോ. ഇപ്പോഴുള്ള ക്ലൈമറ്റ് നോക്കിക്കേ. ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ 1:40 ഉള്ള കാലാവസ്ഥയാണിത്. അയ്യോ, ഫുള്ള് വെള്ളം ഇങ്ങനെ അടിച്ചു കയറിയിട്ടുണ്ട്. നോക്കിയേ നമ്മളെ കടുക് പാടാട്ടോ. 5 ഇതാ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഉണ്ട് ബേക്കിൽ. അപ്പോൾ നമ്മൾ അവരോടൊക്കെ വിട പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത ഗ്രാമങ്ങളിലേക്ക് ഉള്ള യാത്രയാണ്. എല്ലാവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം. കുറേ യാത്രകൾ ചെയ്യാനുള്ളതാണ്. ചെറിയതൊരു ഗ്രാമത്തിൽ കൂടി ആട്ടോ പോകുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു വയൽവരമ്പിൻ്റെ സൈഡിൽ കൂടി പോകുന്ന ഒരു ഫീലുണ്ട്. നല്ല രസമാട്ടോ. എന്ത് രസമാണ് പോകാനായിട്ട്. ചെറിയൊരു ഗ്രാമം, പക്ഷെ എന്നാലും അത്യാവശ്യം വലിയ വീടുകളൊക്കെ. നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടി പോകുന്ന ഒരു ഫീല് തോന്നിക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ. ഇവിടെ കണ്ടോ, ആൺപെണ്ണ് വ്യത്യാസമില്ലാണ്ട് എല്ലാവരും സൈക്കിൾ യൂസ് ചെയ്യുന്ന സ്ഥലമാട്ടോ ഇത്. ഗ്രൗണ്ട് ലെവലിലുള്ള നേപ്പാളിൽ എല്ലാ ആൾക്കാരും സൈക്കിളിലാണ്. ഇവിടെ വിവിധ ടൈപ്പ് സൈക്കിൾ നമുക്ക് കാണാൻ പറ്റും. പഴയ സൈക്കിളൊക്കെ ആട്ടോ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, കാരണം ഇവിടെ നല്ല പൈസയാണ് എല്ലാ സാധനത്തിനും. നമ്മുടെ നാട്ടിലുള്ള 5000 രൂപയുടെ സൈക്കിളിന് ഇവിടെ 15-20 വരിക. 5 സൈക്കിളിനൊക്കെ ഇവിടെ നല്ല 10 പൈസ ആയിരിക്കും. ഇപ്പം മെയിൻ റോഡ് കൂടി ആട്ടോ പോകുന്നത്. ഫുള്ള് വണ്ടികളാണ്, അതാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇതാട്ടോ, ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ വരും. അവിടെയൊക്കെ ഗ്രാമങ്ങളൊക്കെ ഉള്ളിലോട്ടാട്ടോ ഉണ്ടാകുക. ഇവിടെ കടകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകുക. ബാക്കി ഫുള്ള് വണ്ടികളും ചെറിയ റോഡും. സീനാണ്. വേറെ ഏതോ ഒരു സ്ഥലത്ത് കേട്ടോ. ഇതിങ്ങനെ ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലുള്ള സ്ഥലങ്ങളായിരിക്കും നമ്മൾ കാണുക. ഇതിപ്പോൾ മഴക്കാറായതുകൊണ്ടാട്ടോ ഇങ്ങനൊരു ക്ലൈമറ്റ് വന്നത്. നോക്കിക്കേ, കോട മഞ്ഞ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇത് ഗ്രൗണ്ട് നേരപ്പാട്ടോ. 200 മീറ്ററിൽ അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ ഹൈറ്റിലുള്ള സ്ഥലമാണിത്. അവിടെയാണ് നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടൊക്കെ കണ്ടോ, ഇങ്ങനത്തെ വീടൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് കാണാൻ. ചെറിയ റോഡും കുറേ വണ്ടികളും ഇനി നമുക്ക് കാണാൻ പറ്റും. അയ്യോ, ഇനി ഇങ്ങനത്തെ തന്നെ പോകേണ്ടി വരും. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടോ. ഇന്നലത്തെ രാത്രി ഇതൊന്നും കാണിച്ചില്ലായിരുന്നു. ഞങ്ങൾ കുറേ വൈകിയാട്ടോ ഇങ്ങനൊരു സ്ഥലത്ത് എത്തിയത് ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ നല്ലോണം ചാറ്റൽ മഴയില്ലായിരുന്നോ? നല്ല തണുപ്പുമായിരുന്നു. പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കുറച്ചൊക്കെ പോയി. ലാസ്റ്റ് നമ്മൾ അതും കഴിഞ്ഞ് കുറേ ദൂരത്തേക്ക് മുന്നോട്ടെത്തിയപ്പോൾ ഒരു സ്ഥലം കണ്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഇങ്ങനെ പോകുന്ന നേരം ഞങ്ങൾക്ക് കാണാൻ പറ്റി സ്ഥലം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ പുള്ളിനോട് കേട്ടോ നമ്മൾ ചോദിച്ചത്,
ഇവര് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചാട്ടോ. ഇവർ പഴയതൊരു എന്തോ ഹോട്ടലായിട്ടായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ടെൻ്റ് അടിച്ച് വെള്ളവും എല്ലാം തന്ന് നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾ സൈക്കിളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ബോർഡൊക്കെ കണ്ടോ, എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരാട്ടോ. നാം ക്യാ ഹേ ആപ്കാ? ദീപക് പ്രസാദ് ശിവാക്കോട്ടി. ഓ ലളിത. ഇത് വീഡിയോ ബനാക്കിലൊക്കെ ഇതാട്ടോ. ഹായ് ഹായ് വ്ളോഗ്. ഇതാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. ഒരു ചെറിയൊരു കൊച്ചു വീടാണ്, അതിൻ്റെ മുമ്പിലാട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചത്. സന്തോഷമായില്ലേ? നല്ല ആൾക്കാരല്ലേ? അടുത്ത പ്രാവശ്യം വരാം. നെക്സ്റ്റ് ടൈം ഫിർ ആയെങ്ക വരുന്ന അടുത്ത പ്രാവശ്യം വരാൻ മതി. പക്ഷെ അഞ്ജുനൊന്നും മനസ്സിലാവുന്നില്ല, അതാണ് കോമഡി. അഞ്ജു വെറുതെ തലയാട്ടാണ്. അപ്പൊ നമുക്ക് പോണ്ടി വയ്യാതാട്ടോ. രാവിലെ തന്നെ കണ്ടോ ഫുള്ള് ട്രക്കാണ് റോഡിന്റെ മുകളിൽ. ഇതാ പോകുന്നുണ്ടോ, ഫുള്ള് ട്രക്കും കാര്യങ്ങളൊക്കെയാണ് റോഡിൽ നിറഞ്ഞെടുക്കുന്നത്. ട്രക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ ട്രക്കായി. അവിടെ കേട്ടോ നമ്മൾ നിന്നത്, അവരെ വീട്ടിലാണ്. അവർ നമ്മൾ പോകുന്ന നോക്കി നിൽക്കുക കേട്ടോ. പാവം ഉണ്ടാവും, ആരും ഇല്ലായിട്ട് അവർ രണ്ടുപേരായിട്ട് സങ്കടത്തോടെ ഇരിക്കുക കേട്ടോ. ഇവിടെ സൈക്കിൾ കണ്ടോ, സൈക്കിളിന് നമ്മൾ റിബണൊക്കെ കെട്ടിയിട്ടാണുള്ളത്. ഫുള്ള് കളർഫുൾ റിബണൊക്കെ കെട്ടിയിട്ട്. ലേഡി സൈക്കിളാട്ടോ, സെറ്റല്ലേ? ഇതവര് ലേഡി ഉണ്ട് ഇവിടെ, കണ്ട തുടച്ചോണ്ടിരിക്കുക. കണ്ണി പൊടി പോയിട്ട് കരയാണ് പാവം. റോഡ് വിശാലാണ്, ഇടയ്ക്ക് ഫുള്ള് വണ്ടി വരും. നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ പോകുമ്പോൾ വണ്ടി ഉണ്ടാവും, നമ്മൾ നിർത്തുമ്പോൾ വണ്ടി ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. ഇവിടുത്തെ ഏതോ ഒരു സ്കൂളാട്ടോ ഇത്. നോക്കിയാൽ വലിയൊരു സ്കൂളാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പുള്ള സ്കൂളാണ്. ഇങ്ങനെയൊക്കെ വളരെ അപൂർവമാട്ടോ കാണുന്നത് നമ്മൾ സ്കൂളും കാര്യങ്ങളൊക്കെ. പക്ഷേ ക്ലാസ് മുറിയൊക്കെ കണ്ടിട്ടൊരു സുഖമില്ല. പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ. ഇതാണ് നമ്മുടെ റോഡ്. അതിലത്തെ സൈക്കിളും കൊണ്ട് ഹായ് കാണിക്കുന്നുണ്ട്. നല്ല ഗ്രാമമാണ്, ഗ്രാമത്തിൽ കൂടിയാണ് നമ്മളെ പോകുക. ഇവിടെയൊക്കെ വീടൊക്കെ കാണാൻ പറ്റും. ഹായ് എന്തൊക്കെ ഹായ് പറയുന്നുണ്ടോ? ഇതൊരു ഗ്രാമത്തിൽ കൂടിയാണ് നമ്മളെ ഇനിയുള്ള ഫുള്ള് പോക്ക്. ഇത് ഗ്രാമമെന്ന് പറയാൻ പറ്റും, ടൗൺ എന്ന് പറയാൻ പറ്റും. കാരണം മെയിൻ ഹൈവേ ആണ് ഈ പോകുന്നത്. അതുവഴിയാണ് നമ്മളെ സൈക്കിൾ യാത്ര. ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഗ്രാമം എത്തുള്ളൂ കറക്റ്റായിട്ടുള്ള. പിള്ളേർ നമ്മളോട് തന്നെ റേസാട്ടോ, ഓട്ട മത്സരമാണ്. നമ്മളങ്ങ് ദൂരത്തുനിന്ന് കണ്ടിട്ട് നമ്മളെ വെട്ടിക്കാനായിട്ട് ഓടുന്ന പരാക്രമമാണ്. നമ്മളൊക്കെ ഇവിടുന്ന് റൈഡർ എന്നാണ് വിളിക്കല്. പിള്ളേരാണെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിലും റൈഡർ എന്നാണ് വിളിക്കുക. ഇങ്ങനെ കുറേ ചെറിയ പിള്ളേർ നമുക്ക് ബൈയൊക്കെ തരുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. ഇതൊക്കെ ഓടിയിട്ടും തീരുന്നില്ലല്ലോ. ഇത് എവിടം വരെ ഓടുക എനിക്കറിയാൻ പാടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് എത്തൗഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 40 കിലോമീറ്റർ കേട്ടോ. അതുപോലെ കാക്കർബിട്ട നമ്മുടെ ബോർഡറിൻ്റെ അടുത്തേക്ക് 435 കിലോമീറ്റർ ബാക്കിയുണ്ട്. എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് ആദ്യം എത്തൗഡ കഴിയണം. എത്തൗഡ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം നമുക്ക് പിടിക്കണം. വിരാട് നഗർ എന്നൊക്കെ പറയുന്നത് വലിയ ബോർഡറാട്ടോ. വേറൊരു ടൗണ് പോലത്തെ ഒരു സ്ഥലത്തെത്തി കേട്ടോ. എവിടെയാണെന്നറിയില്ല. സ്കൂൾ പിള്ളേരൊക്കെ കണ്ടോ, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കാൻ തോന്നില്ല. ക്ലാസ്സിൽ പോകാനാണോന്ന് അറിയില്ല. കുറേ പിള്ളേരവിടെ കണ്ടു. അത്യാവശ്യം സാധനങ്ങളൊക്കെ, അതായത് ഫുഡാണെങ്കിലും അങ്ങനത്തൊക്കെ കിട്ടുന്നത് ഇവിടെയൊക്കെ കേട്ടോ. കുറേ ഹോട്ടലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. എനിക്ക് തോന്നുന്നു ലോറിക്കാരൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട് ഹോട്ടൽ. അത് തന്നെ ആയിരിക്കും, കാരണം പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതിന് മുമ്പൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടില്ല. നമ്മളെ നാരായൺഗഡ് ആ ഭാഗത്ത് മാത്രമേ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉള്ളൂ. നമ്മളെ ഈ പാർസേ പോലും ഇത്രയും ഹോട്ടലൊന്നും ഇല്ലായിരുന്നു. ഇവിടെയൊക്കെ റോഡ് സൈഡ് കണ്ടോ ചെറിയ ചെറിയ തട്ടുകട പോലെയൊക്കെ ബജ്ജി ഇതൊക്കെ വെക്കുന്നത്. നമുക്ക് ഇവിടെ കയറിയിട്ട് ബജ്ജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട്. നമ്മളെന്താ കഴിക്കുന്നേ? ആണോ? ഇത് ഉള്ളിവടയും പിന്നെ ഇത് നമ്മളെ ആലു ഇതൊക്കെ ഉണ്ട്. നേരത്തെ ഞങ്ങൾ വേദന കാണിച്ചില്ല, ആ സ്ഥലത്താട്ടോ. ആ സ്ഥലത്ത് കയറിയിട്ട് ജസ്റ്റ് 19-20 രൂപയാണ് ഇനി. അതൊന്ന് കഴിക്കാണ്. ഇവിടെയൊക്കെ കട ഉണ്ട്. ആണല്ലോ.
ഇവിടെ ഒരു ഗ്രാമം കാണാം കേട്ടോ. അത് ആറ്റത്തൊക്കെ ആയിട്ട് അവരെ വയൽത്തോട്ടവും അതുപോലെ വീടൊക്കെ ആയിട്ടുണ്ട്. ഉള്ളിലോട്ടൊക്കെ വീടുണ്ട്. ഇത് പുറത്തുള്ള വീടാട്ടോ, പുറത്തെ ഭാഗത്തുള്ള വീടാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ വശത്താണെങ്കിൽ കൊടും കാടാണ്. കാടിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളെ യാത്ര. ഈ ഭാഗത്തൊക്കെ മിക്കതും കാട് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ടൈഗറൊക്കെ ഉള്ള കാടാണ്. ചിത്ത നാഷണൽ പാർക്കൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ ഗ്രൗണ്ട് നിരപ്പിലാണ്, മുകളിലല്ല. അതുപോലത്തെ സ്ഥലങ്ങളാണ് ഇത് മൊത്തം. ഇവിടെയൊക്കെ ഇത് സ്കൂളാണെന്ന് പറഞ്ഞു കേട്ടോ ഇവരെ. പിന്നെ എന്താ, മെച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 430 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് കാക്കിർബിട്ട വരുന്നത്. മറ്റൊരു ഗ്രാമമാട്ടോ ഇത്. എനിക്ക് അങ്ങ് ഫുള്ള് വീടുകളാണ്, അവരെ പാടങ്ങളും വീടുകളൊക്കെ നോക്കിക്കേ. അയ്യോ, അങ്ങ് ദൂരത്താട്ടോ, അധികം ദൂരമൊന്നുമില്ല. അവിടുന്ന് ഒരു ഓഫ് റോഡാണ്. ഓഫ് റോഡ് കയറിയിട്ടുണ്ടെങ്കിൽ ഇവർ ഗ്രാമത്തിലേക്ക് എത്തും. ഫുള്ള് വീടുകളൊക്കെ ഈ ഗ്രൗണ്ട് നിരപ്പിൽ വന്നുള്ളതാണ് ഗ്രാമങ്ങൾ. കുറേ ഉണ്ടാവും. പിന്നെ അതുപോലെ നോക്കിയാൽ വണ്ടികൾ വരുന്ന ട്രക്കുകൾ ഇഷ്ടംപോലെ ഓടുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇത് നമ്മളെ ജംഗിളാണ്, ഫോറസ്റ്റ്. ഇവിടെ കണ്ടോ ഒരു സെറ്റപ്പ് ഒരു വീട്, എന്ത് രസമല്ലേ കാണാൻ. ഏതൊരു പൈസക്കാരനായിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റും നമുക്ക്. റോഡ് സൈഡിലായിട്ട് കടകളും അങ്ങനത്തെ ആയിട്ടുള്ള കുറേ കാണാൻ പറ്റും. അങ്ങ് വരണ്ട കേട്ടോ, ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കായിരിക്കും. വൈക്കോല് കൂട്ടി വെച്ചാണ്ടോ, പശുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വൈക്കോല് കൂട്ടി വെച്ചാട്ടോ ബസ്സൊക്കെ വരുന്നതൊക്കെ. ഇവിടെ വയലാണ്. വയലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ നെൽകൃഷിയുണ്ട്, അതുപോലെ തന്നെ ചെറിയ വേറെന്തൊക്കെയോ കൃഷിയുണ്ട്. കോണിൻ്റെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും കോണിൻ്റെ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഫുള്ള് വലിയ വലിയ ട്രക്ക് പോകുന്ന വഴി കണ്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടിയാട്ടോ പോകുന്നത്. വേഗത്തും കൂടി ഒരു ട്രക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടൊരവസ്ഥയാണ്. ഇവിടെ മെയിനായിട്ടുള്ള ഏതോ ഒരു ടൗണിലേക്കാണ് എത്തിയത്. അതാണ് ഇത്ര വലിയ കടകളൊക്കെ നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റുന്നത്, അടുപ്പിച്ചടുപ്പിച്ച്. ഇതാട്ടോ ആ ടൗൺ എന്ന് പറയുന്നത്. മനഹാരി എന്ന് പറഞ്ഞൊരു ടൗണാണ് കേട്ടോ. നോക്കിയേ, വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് പൈസ മാറ്റണ്ടേ? നമുക്ക് പൈസ മാറ്റാനുണ്ട്. ഒറ്റ പൈസ ഇല്ല കേട്ടോ, 0 ആണ്. നേപ്പാളി പൈസ 0 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ട് വേണം പോകാനായിട്ട്. വരണ്ട് കിടക്കുന്ന ഒരു നദിയാട്ടോ നിങ്ങൾ കാണുന്നത്. ഫുള്ള് വരണ്ട് കിടക്കാണ്. മഴക്കാലത്ത് അടിച്ചു കയറിയ ബീഹാറിലേക്കാട്ടോ പോകുന്നത്. ഇത് ബീഹാർ മൊത്തം നശിച്ചു പോകുന്ന രീതിയിലുള്ള വെള്ളം വരും. പക്ഷെ ഇപ്പം നല്ല ക്ലിയർ വെള്ളമൊക്കെ കാണാൻ കിട്ടും. നീല കളറുണ്ടോ, നീല കളറിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ട്. നമ്മൾ ആ സിറ്റി കഴിഞ്ഞ് കേട്ടോ, ഈ സിറ്റി കഴിഞ്ഞിട്ട് നേരെ പോവാണ്. അപ്പോൾ കണ്ടതായി ഉണങ്ങിയ നദി. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലത്ത് കയറി കേട്ടോ ചായ കുടിക്കാനായിട്ട്. അപ്പം നമ്മളോട് എന്താ പറഞ്ഞേ, ഇവിടെ നിന്നോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ സൈക്കിൾ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ റൂമിൽ തന്നെയാണോ. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൂടെ തന്നെ നമ്മൾ ഫിഷ് പാർക്കിലേക്ക് പോവാണ്. ഫിഷ് പാർക്ക് है ना? ओके, फिश पार्क लेके वाटा ये भाई। आपका नाम क्या बोलते हैं? राजकुमार कार्की। राजकुमार कार्की। उसका मलेशिया में बैठे केरला संग। हां, शिवसेना रहो। हां, केरला वाला संग 5 साल बैठे। 5 साल उधर बैठे। आपका वाइफ है? हां, मेरा नाम क्या है? शांति कार्की। शांति कार्की, ഹായ്. അപ്പോൾ അവിടുത്തെ വൈഫാട്ടോ. അപ്പം നമ്മളിവിടെ നിന്നപ്പോൾ വന്ന് ഇതായതാണ്. ഇനി ഇവരോട് തന്നെ നമ്മൾ പോവാണ്. ഹംജാനൊക്കെ വാപ്പസായ. ആ, നമ്മളിങ്ങനെ എല്ലാവരും കൂടി പോവാട്ടോ. ജയിക്കുന്നവരൊക്കെ ഉണ്ട്. ഫിഷ് പാർക്ക് എന്നാണ് പറഞ്ഞത്, അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. എന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. പുള്ളി നല്ല ആളാണ് കേട്ടോ, കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോട് തന്നെ. അപ്പോൾ ഗ്രാമത്തിൻ്റെ വയ്യാട്ടോ ശരിക്കും. ചെറിയൊരു ഗ്രാമമാണ്. നോക്കിയേ, കുറച്ച് വീടുകളൊക്കെ ഉള്ള ചെറിയൊരു ഗ്രാമം. പക്ഷെ അവിടെ വലിയ എന്തോ സെറ്റപ്പ് ഉണ്ട്, എന്താണെന്നറിയില്ല. ഓ ക്യാ ഹേ ഓ ബഡാ ബിൽഡിംഗ്? बड़ा बिल्डिंग मार और बोलता है इसका। ओ पंचायत ये जितना भी मार घर से निकाला हुआ है ना, हाँ, वो माँ बसे वहाँ पर. ഓ, ഇവിടെ കണ്ടോ, ഇത് ശരിക്കും ഒരു സ്കൂളാട്ടോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ കണ്ടത്. വലിയൊരു സ്കൂളാണ്. ഇവിടെ തന്നെയുള്ള ഏറ്റവും വലിയൊരു സ്കൂളാണ് മൂപ്പര് പറഞ്ഞത്. 5 തേക്കുന്നവരോട് തന്നെ മെല്ലെ നടന്നു വരുന്നുണ്ട്. എഴുച്ചിയൊക്കെ ഉണ്ടോ. പിന്നെ പിള്ളേരൊക്കെ കളിക്കുക കേട്ടോ. എന്താ ക്രിക്കറ്റാണോ, ക്രിക്കറ്റാണ് കളിക്കുന്നത്. ഇതുണ്ടോ, നമ്മളെ ബോർഡിംഗ് സ്കൂളിന് ഉള്ളത് കൊണ്ട് ഇവിടെ കോൺക്രീറ്റ് റോഡ് വന്ന്, അതുപോലെ കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡിൽ കുറച്ച് അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ആ, ഇവിടുത്തെ ഏറ്റവും വലിയ ബോർഡിംഗ് സ്കൂളാണെന്നാണ് പറയുന്നത് പുള്ളി. നമ്മൾ അവിടെ നിന്നാട്ടോ നടന്നു വന്നത്, ആ ഭാഗത്തുനിന്ന്. ചെറിയ കുറച്ച് പേര് മാത്രമുള്ള ചെറിയ ഗ്രാമമാണ്. അത് അവിടെയൊക്കെ ഉണ്ട് വീടൊക്കെ. അവിടെയൊക്കെ നോക്കിയാൽ കുറേ വീടുകളൊക്കെ കാണാം. ഇതാട്ടോ ഫിഷ് പാർക്ക് എന്ന് പറയുന്നത്. പീസ് എന്നാ? യെസ്.
പീസ് പാർക്കാട്ടോ, മീനിന്റെ പാർക്കല്ല. ഞാൻ വിചാരിച്ച മീനിന്റെ പാർക്കായിരിക്കുന്നതാണ്. നീ എന്താ വിചാരിച്ചേ? അവനല്ലേ? ഓ, പീസ് പാർക്കാട്ടോ. ശരിക്കും സമാധാനത്തിൻ്റെ പാർക്ക് എന്നാണ് പറയുന്നത്. അവിടത്തേക്കാണ് വന്നത്. നമ്മൾ ഉദ്ദേശിച്ച സംഭവമല്ല, ഇവർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവായിട്ടാണ്. ആ ഓക്കെ. ഇവിടുന്ന് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. കുറേ പിള്ളേരുണ്ട്. ഇനി ലീവായത് കൊണ്ടായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. മൊത്തം കുഞ്ഞു കുഞ്ഞു പിള്ളേരാട്ടോ. ഈ മരം കണ്ടോ, ഇത് നമ്മൾ സാൽ നാട്ടോ ഇവർ പറയുന്നത്. ഇവിടെ കുറേ ഉള്ളത് നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇത് കണ്ടോ ബിൽഡിങ്ങിൻ്റെ, അതിൻ്റെ സൈഡിൽ മൊത്തം നമ്മളെ ബാമ്പ് കൊണ്ട് മുള കൊണ്ട് ചെത്തി അതിൻ്റെ ഒരു ബോർഡറൊക്കെ ഉണ്ടാക്കിയാണ്. നല്ല രസമില്ലേ, ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു മുളേൻ്റെ വീട് പോലെയൊക്കെ ഉണ്ട് ലുക്ക്. പക്ഷേ ശരിക്കും അതിൻ്റെ പുറത്ത് മാത്രം കേട്ടോ അവരങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ചെറിയൊരു പാർക്കാട്ടോ ഇവിടുത്തെ ഈ ഗ്രാമത്തിലുള്ള ചെറിയൊരു പാർക്ക്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇവിടെയൊക്കെ നമുക്ക് വൈകുന്നേരമൊക്കെ വിശ്രമിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെറിയ ചെറിയ പാർക്കൊക്കെ വേണമായിരുന്നു. സ്ഥലമില്ല, അത്രയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. സ്ഥലമില്ല. ഇവിടുത്തെ ജനസംഖ്യ നമ്മളെ കേരളത്തിലെ ജനസംഖ്യയും കൂടി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനസംഖ്യയും കേരളത്തിലെ ജനസംഖ്യ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മലപ്രദേശങ്ങളാണ് കൂടുതൽ. അപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് സ്ഥലമാണ്. അതുകൊണ്ടാണ് റോഡിൻ്റെ പണി വരെ ഭയങ്കരമായിട്ട് മുടങ്ങിക്കിടന്നതും ഇപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ആയിട്ട്. ഓക്കെ എനിക്ക് ഫുള്ള് മരങ്ങളൊക്കെ എന്ത് രസമല്ലേ. ചോട്ട ഇത് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ആ ട്രീൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ട്. അഞ്ജുവിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. എന്ത് പറയുന്നു അഞ്ജു? നല്ല സ്ഥലമല്ലേ, നല്ല ആൾക്കാരോ. ഇവിടെ ഇതാ നമ്മൾ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ടവർ ഓഫ് മൈറ്റ്. ശരിക്കും ഇത് പീസ് പാർക്കാണ്, ഫിഷ് പാർക്കല്ല അല്ലേ? ഞാൻ കണ്ടതിന് പ്രശ്നമല്ല, ഇവിടുത്തെ ആൾക്കാരെ സംസാരം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലായില്ല എനിക്ക്. പൂവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കി, നമ്മുടെ വെസ്റ്റ് ബംഗാളിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് പൂവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏത് അതൊക്കെ ഉണ്ടോ? നല്ല രസമില്ല കാണാൻ. ഞാൻ ആദ്യം വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ പൂവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എവിടെയും കണ്ട്. ചെക്കൻ അവിടെ കളിക്കാൻ വേണ്ടി പോയതാട്ടോ, വരുന്നുണ്ട്. അതാ ചെക്കൻ അവിടെ കളിക്കാൻ പോയിട്ട് ഓടി വരികയാണ്. പുള്ളിയുടെ വീട്ടിലേക്ക് പോവാട്ടോ നമ്മളിനി. പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് നോക്കാം. അപ്പോൾ അവിടെ എന്താണെന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് എന്തോ ഒരു മലകയറ്റം കയറിയിട്ട് ഇറങ്ങാനുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. നീച്ചേ ജായക. ഇതിൻ്റെ മുകളിൽ കയറണം, മുകളിൽ കയറിയിട്ട് താഴോട്ട് ഇറങ്ങണം എന്നാട്ടോ പറഞ്ഞത്. ആ ഒരു വേലി കണ്ടോ, അതിൻ്റെ ഉള്ളിൽ സ്വിമ്മിങ് പൂളാട്ടോ. ഇവിടുത്തെ ഒരു സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയ ആണ്. അങ്ങോട്ടേക്ക് കാണിച്ചിരാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഇത് സ്വിമ്മിങ് പൂളല്ല കേട്ടോ, ഇത് കുളാറ്റാട്ടോ. കുളമാണ്, കുളം. നമ്മുടെ ഒരു സംഭവം ഇല്ലേ, രണ്ടിത് വെച്ചിട്ടുള്ള ബോട്ടൊക്കെ പോകുന്നുണ്ടോ? ചെറിയൊരു ബോട്ടിംഗ് ആണ് ഇവിടെ ഉള്ളത്. $50 രൂപക്ക് ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. ചെറിയൊരു വെള്ളത്തിലുള്ള ഏരിയ ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ, നമ്മളിതൊന്നും വാങ്ങുന്നില്ല. മനഹാരി എന്ന് പറഞ്ഞുള്ള സ്ഥലമാട്ടോ ഇത്. കുറച്ച് ആൾക്കാരിങ്ങനെ ബോട്ടിങ് ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മളെ മിറുക്കിനെക്കാട്ടിയും കുറച്ചും കൂടിയും കൊള്ളാം. മലയുടെ സൈഡിലായത് കൊണ്ട് അതിനെക്കാട്ടും കാണാൻ ഭംഗിയുണ്ട്. പുതിയതായിട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു ഈ ബോട്ടിങ്ങിൻ്റെ ഒക്കെ. വെള്ളത്തിലിറങ്ങായിട്ട് ചോട്ട കരയാട്ടോ. വെള്ളത്തിലിറങ്ങായിട്ട് ചോട്ട കരയാണ്. ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങാനുണ്ട്, എന്നാലേ പുള്ളിയുടെ വീട്ടിലേക്ക് എത്തുള്ളൂ. അയ്യോ, ഇനി വലിയൊരു മലയാണ്. നമ്മളെ സൈക്കിളും കൊണ്ടുവരുന്ന ഇത് ചെറിയൊരു മലയാണ്. ഇതൊക്കെ സിംഗായിട്ട് കയറും. ഇതാ ഇവരൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. നടന്ന് പോവാ. അഞ്ചു
ഇതുണ്ടോ ഇവിടുത്തെ ചെയറിൻ്റെ ഒക്കെ കളർ നോക്കിക്കേ. ബോബ് മാർലിൻ്റെ കളറാട്ടോ ഉള്ളത്. മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ആ കയറ്റം ഇങ്ങനെ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെയൊക്കെ വിശ്രമത്തിനുള്ള സ്ഥലങ്ങളല്ലേ, ഇവിടെയൊക്കെ വിശ്രമം ചെയ്യാൻ പറ്റും. അതിന് മുകളിലാണെങ്കിൽ യോഗ ചെയ്യുന്നൊരു സ്ഥലമാണ്. പക്ഷെ അത് പൂട്ടിയിട്ടിട്ടാണോ ഉള്ളതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കണ്ടോ, പൂട്ടിയിട്ടിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇത് പൂട്ടിയിട്ടാട്ടോ ഉള്ളത്. ഇതാട്ടോ സാധനം. യോഗ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറേ എടുത്തുള്ള സ്ഥലം കേട്ടോ. ഇനി നമുക്ക് ഈ വഴി ചെറിയ ഇടവഴിക്കാട്ടോ പോകേണ്ടത്. ചോട്ടതൊക്കെ പൊളിച്ചെടുക്കും. ഓ ബന്ദേ ബന്ദേ ദസ് നെയ് ജായേങ്ക. ഉള്ളിൽ കൂടെയൊക്കെ ചാടിക്കിടക്കാൻ നമുക്ക്. ഓ സമാധാനായില്ലേ? അപ്പൊ ഈ ദർശനം ജായേങ്ക. ആ നമ്മളപ്പോ ഇനി ഈ ഒരു വഴിക്കാട്ടോ പോന്നെ. ആ പുള്ളിയുടെ വീട്ടിൽ കുറച്ച് ഇരുന്നിട്ട് പിന്നെ പോവാന്നാട്ടോ പറയുന്നത്. ഫുൾ കാട് ഏരിയ. ഇവിടെയൊക്കെ വിശ്രമത്തിനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. എന്നെങ്കിൽ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഫുള്ള് ഈ ഇതിൻ്റെ മരം കേട്ടോ. നേരത്തെ പറഞ്ഞതിൻ്റെ പേര് മറന്നുപോയി. ആ ഇതിൻ്റെ മരം കേട്ടോ. ഫുള്ള് നോക്കിക്കേ. അയ്യോ അങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഏരിയ ആണിത്. അങ്ങൊക്കെ ഉണ്ട്. ഇതാട്ടോ യോഗ ചെയ്യുന്നതിൻ്റെ സ്ഥലം. ഇതാണ് കണ്ടോ, നേരത്തെ ഞാൻ കാണിച്ച സ്ഥലം തന്നെയാണ്. നമ്മളിനി ഇവിടുന്ന് ഈ ബൈക്ക് കൂടി കേട്ടോ പോകുന്നത്. കറങ്ങിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. പുള്ളി നമ്മുടെ മല കയറ്റിയിട്ട് ഇറക്കുക കേട്ടോ. ഈ ഒരു വഴിയായിരിക്കും മിക്കവാറും പോകാനുണ്ടാവുക. ഏനാ ആ ഇതിൻ്റെ താഴോട്ടേക്ക് തന്നെ നമുക്ക് പോകാനുള്ളത്. നോക്കി പോകണം വീർത്ത്. ആ പുതിയ വഴി പണിയാന്നാ പറഞ്ഞത്. ആ അവരുണ്ട് ഇറങ്ങി വരും. അവരൊക്കെ മലേൻ്റെ ആൾക്കാരല്ല, അതിനെക്കൊണ്ട് സീനൊന്നുമില്ല. ഏത് മലയും കുത്തനെ ഇറങ്ങും അവരൊക്കെ. 5 മണി ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ആ നമ്മളപ്പോൾ ആ നൈസായിട്ട് താഴോട്ടേക്ക് പോവാം. താഴെ എത്താനുണ്ട് കേട്ടോ നടന്നിട്ട്. എല്ലാവരും കൂടി കേട്ടോ താഴോട്ടേക്ക് ഇറങ്ങുന്നത്. നിന്നോട് ബേക്കിലോട്ടേക്ക് വരാനേ, നീ മര്യാദക്ക് വരൂല. ഞങ്ങളങ്ങനെ മലയിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. മലയിറങ്ങുകയാണ്. പുതുതായിട്ട് വെട്ടിയൊരു പാതയിലൂടെ നടന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. ഓ വീണ് ചോട്ട താഴോട്ടേക്ക് പോയിട്ടോ. ഈ ഒരു വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ചോട്ട വേറെ വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. താഴേക്ക് ചാടും മിക്കവാറും താഴോട്ടേക്ക് ചാടും. നോക്കി പോണം, കാല് ഉരുണ്ടിട്ടുണ്ടെങ്കിൽ സീനാവും. ആ നോക്കണം, ഇതിൻ്റെ മുകളിൽ ചവിട്ടണ്ടേ, മണ്ണുണ്ട്. അയ്യോ ചോട്ട മിക്കവാറും താഴേക്ക് ഉരുണ്ട് പോവും. നോക്കി സ്റ്റെപ്പായിട്ട് കാല് വെച്ചാൽ മതി. ഫുള്ള് ചെറിയ കല്ലാട്ടോ. ഊരി പോകാൻ ചാൻസ് കൂടുതലാണ്. അയ്യോ സീന് വയ്യട്ടോ. സീന് വൈ. നിങ്ങൾ വിചാരിക്കുന്നവരൊന്നല്ല കേട്ടോ. ഇത് കല്ലിൻ്റെ ചെറിയ പൊടിയില്ലേ, അതാട്ടോ. അതിൻ്റെ മുകളിൽ കൂടിയാണ് വരുന്നത്. ചെറിയ പൊടി പോലത്തെ സാധനം അല്ലേ. ഊരി വീണതാണ്. ഇവിടെയൊക്കെ ഉണ്ട്. നോക്കി നടക്കണോ, ഇല്ലേ പണിയാവും. പുള്ളീൻ്റെ വീടാട്ടോ ഇത്. യെസ്, പുള്ളിക്കാരൻ്റെ വീട്ടിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. ഇത് ശരിക്കും പുള്ളിയുടെ വീട്. നമുക്ക് റെഡിയാക്കി തന്നത് പുള്ളിയുടെ വാടക കൊടുക്കുന്ന സ്ഥലത്താട്ടോ. നൈസൊരു വീട് കേട്ടോ. ചെറിയൊരു വീടാണ്, കോഴികളൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ ചെറിയൊരു വീടില്ലേ പണ്ടേത്തെ, നല്ല രസമുണ്ട്. ഇവിടെ അവരെ തന്നെ ചെറിയ കൃഷീൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. കോഴിക്കൂടൊക്കെ ചവിട്ടി പൊട്ടിക്കുക, എന്നിട്ട് പറയാം മുട്ടതാടാ കോഴിയെന്ന്. ഇവിടെ കോഴിക്കൂട് മൊത്തം ചവിട്ടി ഇതാക്കിയതാ. ഫുള്ള് വൃത്തിയാട്ടോ ഇനി. അതാ കണ്ടോ പോകുന്നുണ്ടോ. ഇത് റാഡിഷ് ആട്ടോ.
റേഡിഷ് ആട്ടോ കിട്ടിയിരിക്കുന്നത്. ഇവിടെ കുറേ ഉണ്ട് ഉണ്ടായിരിക്കുന്നത്. ചുമ്മാ പറിച്ചെടുക്കുക കേട്ടോ. ഇവിടെ മറ്റേ ഇലയും ഉണ്ട്, പച്ച ഇല. അവിടെ ये ग्रीन पीस है ना? ഓ ബി ആപ്കാ. ഇതൊക്കെ ഇവരതാട്ടോ, സ്വന്തമായിട്ടുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും ഇതേപോലെ കൃഷിയുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതെന്തിന്റെ ചെടിയാ? ये क्या क्या है? ये इसको बोलता चमसे बोल रहा है। चमसे? नीम की बोलते हैं इसको? चमकी बोलते हैं नीम कोई। ये क्या है? ये मूली 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 के बोलता है इसको? ഓ അതും അറിയില്ല. ये मूला बोलते हैं എല്ലാ സാധനം അറിയില്ല. ये टमाटर ओनियन कैबेज കോളിഫ്ലവർ. ഇത് ഗ്രീൻ പീസ്, അതെനിക്ക് മനസ്സിലായി. എല്ലാ സാധനം ഇവിടെ ഫാമിംഗ് ആട്ടോ. ഇവർക്ക് തന്നെ ഡാലോ എന്നാട്ടോ പറയുന്നത്. പൊക്കാര പൂര ഗുമ ഉദരി ഡാലോ എന്നാട്ടോ ഈ സാധനത്തിന് പറയുന്നത്. ഇവിടുത്തെ ദാദോ ദാലോ ദാലോ എന്നാട്ടോ പറയുന്നത്. ഓ ദാലോ എന്നാട്ടോ പറയുന്നുണ്ട്. ഇവര് ചെറിയൊരു ഗ്രാമത്തിലുള്ള വന്നപ്പോ ഇവരെ വീട്ടിന് ഇപ്പുറത്ത് എത്തിയപ്പോ തന്നെ കണ്ടാട്ടോ നമ്മൾ റാഡിഷ് തിന്നോണ്ടിരിക്കുക. ഓ ഗായിക്ക ഗായിക്ക. നമ്മളെന്തേലും പറയാ, ഇതിനെന്താ പറയാ? തൊഴുത്ത്. തൊഴുത്ത് പോലെ. ഓക്കെ അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. ഞങ്ങളിതാ ഇവിടുന്ന് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. മുട്ടയൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ഉരുളൊക്കെ ഇവിടെ വരട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ റെഡിയായിട്ട് ഇവിടെ വെച്ചാൽ ചോറ് ഇവിടെയാണുള്ളത്. ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ മുട്ടക്കറി വെക്കാനായിട്ട് അഞ്ചു ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക മുളക് പോലൊക്കെ ആയിട്ട്. രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി തിന്നു അല്ലേ? ചോറിൻ്റെ അരിയൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിന്നു കഴിഞ്ഞാൽ അഞ്ചു തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സൈക്കിളിൽ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവാ അല്ലേ? എങ്ങനെയുണ്ട് ചപ്പാത്തി? സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായി തള്ളുന്ന ആളെ കണ്ടിട്ടുണ്ടോ? അതിതാണ് നമ്മൾ ഇന്നലെ നിന്ന റൂമാട്ടോ ഇത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. സൈക്കിളൊക്കെ ഉള്ളിൽ തന്നെ കേട്ടോ വെച്ചത്. സൈക്കിളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അഞ്ചു നിൽക്കുന്നുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് രാവിലെ തന്നെ ഇപ്പം 10:30 എങ്ങാനായി. ഇത് അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഗ്രാമങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വന്ന ഗ്രാമങ്ങളും. പിന്നെ ഇന്നലെ ഞങ്ങൾ കാണിച്ചു തന്ന പീസ് പാർക്കും പിന്നെ അവരെ വീട്ടിലൊക്കെ പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നേരം അഞ്ചിനെ കണ്ടോ? അഞ്ച് വേണ്ടി വെട്ടി തിളങ്ങാണ്. കണ്ടു കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഇനിയും ആവശ്യമുണ്ട്. ഒന്നും കയറുന്നൊന്നുമില്ല അല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങൾ ഇനിയും കാണിച്ചു തരും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളത് നമ്മളെ ഗ്രാമ കാഴ്ചകളൊക്കെ ആയിട്ട്. അടുത്ത ഇനി പുതിയൊരു ഗ്രാമത്തിലേക്കായിരിക്കും, പുതിയൊരു കാഴ്ചയായിരിക്കും പ്രതീക്ഷിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.